അർത്ഥങ്ങളില്ല. നമ്മൾ നിഷ്കളങ്കമായി നമ്മെ പറ്റി ആലോചിക്കണം. അടുത്ത ഒരു റമദാൻ എന്ന് പറയുന്നത് സലാത്തിൽ, നമസ്കാരത്തിൽ റസൂലെ എനിക്ക് ശ്രദ്ധയില്ല, ഏകാഗ്രതയില്ല. എന്താണ് എന്റെ ഏകാഗ്രതയുടെ മാർഗം എന്ന് ചോദിച്ച ഒരാൾ വരികയാണ്. 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ അങ്ങോട്ട് ശ്രദ്ധയില്ല. 10-20 ദിവസം നോമ്പ് പറ്റും, നോമ്പിൽ അങ്ങോട്ട് ശ്രദ്ധ വരുന്നില്ല നമുക്ക്. അതുപോലെ തന്നെ റസൂലിനോട് അദ്ദേഹം വന്നിത് പറഞ്ഞപ്പോ റസൂൽ ആ സഹാബിയോട്, ആ മനുഷ്യനോട് പറഞ്ഞ ഉപദേശം, മനുഷ്യ നീ നിസ്കരിക്കുമ്പോ ഇത് നിന്റെ ലാസ്റ്റ് നിസ്കാരമാണ്. ഇനി ഒരു നിസ്കാരം നിനക്കില്ല, ഇനി ഒരു കരച്ചിൽ നിനക്കില്ല, ഇനി ഒരു റുക്കുവും സുജൂദും നിനക്കില്ല, ഇനി ഒരു അർത്ഥന അല്ലാഹുവിനോട് നിനക്കില്ല, ഇനി നീ നിന്റെ പള്ളിയിലേക്ക് വരില്ല. ഇതാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് അവസാനത്തെ വരവാണ്, ഇത് അവസാനത്തെ നമസ്കാരമാണ് എന്ന ധാരണയിൽ നീ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ നിനക്ക് ഒരുപാട് അല്ലാഹുവിനോട് റുക്കുവിലും സുജൂദിലും ഒക്കെ പറയാനുണ്ടാവും, ജീവിതത്തെ കുറിച്ച് പറയാനുണ്ടാവും. അതുപോലെ ഇത് റമദാൻ അവസാനത്തേതാണെന്ന് ഒരു വിശ്വാസി കണ്ടാൽ, ഇനി ഒരു റമദാനിൽ ഇഫ്താറിൽ നമ്മൾ ഉണ്ടാവില്ലെങ്കിൽ, ഇനി ഒരു നോമ്പ് തുറക്കില്ലെങ്കിൽ, ഇനി ഒരു ഖിയാമുൽ ലൈലിൽ ഇല്ലെങ്കിൽ, ഇനി ഒരു തറാവീഹിനോ അല്ലെങ്കിൽ അത്താഴത്തിനോ അല്ലെങ്കിൽ റമദാനിലെ വെള്ളിയാഴ്ചകളിലോ നമ്മളില്ലെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോ വളരെ പെട്ടെന്ന് ഈ റമദാൻ എനിക്ക് വിലപ്പെട്ടതാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരും.